എന്താ? ഓ ഞാൻ വെള്ളം കുടിക്കാനേ. എന്തോ? എന്ത് പറ്റിയേട്ടാ? ഒന്നുമില്ലടി. ചേട്ടനൊരു വല്ലായ്മ പോലെ. എനിക്ക് എന്തോ ഒരു പരവേശം എടുക്കും. ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാനായിട്ട് വന്നത്. നടക്കത്തില്ല. ചേട്ടാ ഞാൻ കുറെ നേരം കൊണ്ട് ശ്രദ്ധിക്കുക. ചേട്ടൻ എന്തോ ഒരു ടെൻഷനോ ഒരു വിഷമമോ എന്ത് പറ്റി? അതെ ഒന്നുമില്ലടി. നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ടേ നമ്മള് അതിനൊരു ഫലം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകും, നമ്മുടെ കണ്ണൊക്കെ നിറയും. ആ ചേട്ടാ, കഷ്ടപ്പെടുന്നവരുടെ കണ്ണ് നിറയുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്. എന്തുവാടി? ചേട്ടാ, താജ്മഹലിന്റെ ഒരു ഭാഗത്ത് നിന്ന് വെള്ളത്തുള്ളി ഇങ്ങനെ വീഴുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണെങ്കിൽ ഉണ്ടാക്കിയ ശില്പിയുടെ കണ്ണുനീരാണെന്നാണ് പറയുന്നത്. അതെന്താ? അതിനെപ്പറ്റി ചേട്ടൻ എന്തെങ്കിലും അറിയാവോ? ആ വെള്ളത്തുള്ളി വീഴുന്നതിനെ പറ്റി ഇത് തന്നെ പറ്റിയ മാർഗം അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. അതങ്ങനെ ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്താണെന്ന്. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വ്യക്തമായിട്ട് പറഞ്ഞു തരണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഒരു 2 ഓംപ്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടോ. ഓംപ്ലേറ്റോ? 2 ഓംപ്ലേറ്റ് ഇങ്ങ് ഉണ്ടാക്കിക്കൊണ്ടോ. ഞാൻ പറഞ്ഞുതരാം, ഞാൻ എന്റെ കാര്യം പറഞ്ഞുതരാം. 2 ഓംപ്ലേറ്റ്. അത് ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോഴേ വൺ സൈഡ് ഉള്ളിയും മുളകും ഒന്നും ഇടണ്ട. ബുൾസൈ നിന്നോട് പറയാനൊക്കത്തില്ലല്ലോ, കാരണം നീ കൊണ്ടുവരുന്ന ബുൾസൈ പൊട്ടിച്ച് ഒലിച്ച് വരത്തില്ലേ. അതുകൊണ്ട് ഞാൻ ബുൾസൈ എന്ന് പറയാനത്. ഇതല്ലേ 2 എന്നാൽ ഈ താജ്മഹലിൽ നിന്ന് വെള്ളത്തുള്ളി വീഴുമെന്ന് പറഞ്ഞപ്പോ ഈ ബുൾസൈ എന്തിനായിരിക്കും? ദാ നോക്ക്, പൊട്ടിയ ബുൾസൈയാണോ പൊട്ടാത്ത ബുൾസൈയാണോ? അതാ. ആഹാ സൂപ്പർ. ഇങ്ങനെ വേണം ബുൾസൈ ഉണ്ടാക്കാൻ. അടിപൊളി. ഞാൻ വിചാരിച്ചു പൊട്ടി ഒലിപ്പിച്ചോണ്ടായിരിക്കും കൊണ്ടിരുന്നതെന്ന്. അപ്പോഴൊരു കാര്യം ചെയ്യേ, കാര്യങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ ഒരു ഗ്ലാസ് വേണം, കുറച്ച് വെള്ളം കൊണ്ടു. ഇനിയേ എന്റെ അലമാരിക്കകത്തെ ഒരു കുപ്പി ഇരിപ്പുണ്ട്, ചെറിയൊരു കുപ്പിയാ, അതുകൂടി എടുത്തോണ്ട്. കുപ്പിയോ? അലമാരിക്കകത്തോ? അതെന്തുവാ? നീ എടുത്തോണ്ട് വാ, ഞാൻ പറയാം. ചെന്ന് എടുത്തോണ്ട് വാ. അയ്യോ ചേട്ടാ, ഇത് കള്ളുകുപ്പിയല്ലേ? ഓ ഇത് നേരത്തെ വാങ്ങിച്ചു വെച്ചതാ. നമുക്ക് ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ആ ഒരു വിശദീകരണം നൽകണമെങ്കിൽ ഈ സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ. അതിനെ പറഞ്ഞതല്ല, അല്ലാതെ വേറെ ഒന്നും കൊണ്ടൊന്നും പറഞ്ഞതല്ല. ചേട്ടാ ഞാൻ പറഞ്ഞതിന്റെ ആൻസർ പറയട്ടാ. പറയാം, നീ ഇങ്ങനെ ധൃതി പിടിക്കാതെ. നീ ആ ഗ്ലാസ് എടുത്തിട്ടേ ഗ്ലാസ്സിനകത്തോട്ട് ഇന്ന് കുറച്ചൊഴിക്കേ. കുറച്ച് മതി, കുറച്ചൊഴിച്ചാൽ മതി. ഞാൻ പറയാം. ഒഴിക്കേ, എടുത്തൊഴിക്കേ. ചെറിയ ഒഴിക്കാൻ അറിയത്തില്ലയോ? ചെറിയ മതിയോ? വീട്ടങ്ങോട്ട്. മതി. എത്രയും മതി. അത് അടച്ചേ. വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിഞ്ഞിട്ട് ഒഴിക്കുക. സൂപ്പർ ബുൾസൈ. നിനക്കൂടെ ഉണ്ടാക്കി കഴിക്കത്തില്ലായിരുന്നു? ഓ, നിങ്ങൾ ഇതിന്റെ ആൻസർ പറ. പറയാം. നമ്മൾ ഈ ബുൾസൈ ഉണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് മൊത്തത്തിൽ ഇങ്ങനെ എടുക്കണം. പൊട്ടാതെ വായിലിട്ട് കഴിക്കണം. പൊട്ടാതെ വായിലിടണം? വായിലിടുമ്പോ പൊട്ടും, നമ്മൾ എടുക്കുമ്പോൾ പൊട്ടരുത്. പൊട്ടാതെ വായിലിട്ടിട്ട് കഴിക്കണം. സൂപ്പർ. നീ നേരത്തെ കണ്ടങ്ങനെ ഇങ്ങനെ പൊട്ടി വലിച്ചിരിക്കത്തില്ലേ, പിന്നെ പൊട്ടാതെ എങ്ങനെയാ? എടുക്കുമ്പോഴേ പൊട്ടും. പിന്നെ സ്പൂൺ കൊണ്ട് കോരണം. സൂപ്പർ ആകട്ടെ. പറയാം. കുറച്ച് ഒഴിച്ചേ.
ഏ ചൊഴി പറയണ്ടായോ ശാലം കൊഴി. മതിയോ? ആ വെള്ളം കുഴി, വെള്ളം കൂടെ അത് അടച്ചു വെച്ചിട്ട് വെള്ളം കുഴി. വെള്ളമൊക്കെ ഒരുപാട് ചേർത്ത ടേസ്റ്റ് ആണ്. ഓ ഇച്ചിരി തരട്ടെ? ഓ നിങ്ങൾ അങ്ങ് കഴിച്ചിട്ട് ആൻസർ പറയാൻ നോക്ക്. കൊറേ നേരം കൊണ്ട് ഞാൻ ചോദിക്കല്ലേ. എന്നാ ശാലം കഴിച്ചു. കൊള്ളാല്ലേ? കൊള്ളാം. ഉടയുന്നതാണ് പ്രശ്നം. ഉടയാതെ എടുത്തിട്ട് രണ്ട് പുളിസൈ കഴിച്ചു. ഇനി ആൻസർ പറ. പറയാം. ഈ ബുൾസൈ അങ്ങ് തീർന്നു പോയല്ലോ. ഒരു 2 ബുൾസൈ ഉണ്ടായിക്കൊണ്ട് വരാമോ? ബുൾസൈയോ? പിന്നെ കള്ള് കയറ്റാന്. ഞാൻ പറഞ്ഞ ആൻസർ പറ. എടി, നീ പറഞ്ഞതിന്റെ ആൻസർ പറയാൻ വേണ്ടി അല്ലയോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെന്തോ എനിക്കെന്തോ കുടിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്തതാണ്. നീ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് കള്ളു കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല ഞാൻ ഇത്രയും ചെയ്തത്. ഞാൻ അതിനെപ്പറ്റി അതിന്റെ ആൻസർ ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ വിചാരിച്ചു രണ്ട് പ്രാവശ്യം കഴിക്കുമ്പോഴത്തേക്ക് അതിന്റെ ആൻസർ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അതിന്റെ ആൻസർ ഇങ്ങനെ ആലോചിക്കുകയാണ്. 2 എണ്ണം കഴിക്കുമ്പോഴത്തേക്ക് ആൻസർ കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയില്ല. ഇനിയും ചിലപ്പോ 1 കൂടെ കഴിക്കുമ്പോഴത്തേക്ക് ആൻസർ കിട്ടുമായിരിക്കും. അപ്പൊ ഞാൻ പറയാം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ കള്ളു. അയ്യോ എടി, കൊണ്ടുപോല അത് കൊണ്ടുപോകല്ലെന്നാ, അത് കൊണ്ടുപോകലെന്ന് അവിടെ കൊണ്ടുപോകലെന്ന് പറഞ്ഞില്ലയോ എടി. അത് കളയരുത്, അത് ഭയങ്കര വിലയുള്ള സാധനമാണ്. അത് കളയരുത്. ഇനി നിങ്ങളെ ഞാൻ കള്ളു കുടിപ്പിക്കാമേ. കള്ളു ഞാൻ കുടിപ്പിക്കാം. ഞാൻ കളയല്ലേ എടി? ഞാൻ കുടിപ്പിക്കാം. കളയലെന്ന് എടി, അത് ഭയങ്കര വിലയുള്ള സാധനം. കളയലെന്ന് കുടിപ്പിക്കാം. ഞാൻ കളയരുത്, അത് കളയരുതെന്ന് എടി. കളയരുത്, അത് ഭയങ്കര വിലയുള്ള, അത് കളയരുതെന്ന്. അയ്യോ കളഞ്ഞു എടി. കളയല്ലേ എടി? അയ്യോ ഞാൻ കുടിപ്പിക്കാം. കളയരുതെന്ന് എടി, അത് ഭയങ്കര വിലയുള്ള സാധനം. കളയരുതെന്ന്. തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എന്റെ പ്രാണനിൽ ലലി